പത്തനാപുരത്ത് തന്നെ മത്സരിക്കുമല്ലോ. 25 വർഷമായിട്ട് ഞാനവിടെ മത്സരിക്കില്ല. എൻ്റെ ജനങ്ങളെ, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ സഹോദരങ്ങൾ വിട്ട് ഞാൻ എങ്ങും പോവില്ല. യുഡിഎഫിന്റെ യാത്ര തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്കും കൂടുതൽ ആളുകൾ യുഡിഎഫ് പാളയത്തിലേക്ക് എത്തും. മുൻപ് വിട്ടുപോയവരെയൊക്കെ ചേർത്ത് പിടിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഓഫറുകൾ, നേരത്തെ ചർച്ചകളൊക്കെ നടന്നുണ്ടോ? ഈ നടുകടലിൽ ഒരു കപ്പലിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴേ ഈ നടുകടലിലേക്ക് എടുത്ത് ചാടാൻ ആരെങ്കിലും മണ്ടന്മാർ തയ്യാറായിട്ടുണ്ടെങ്കിൽ മുങ്ങിച്ചാവുകയല്ല വേറെ മാർഗ്ഗം എന്താണ്? ഇതെങ്ങോട്ടാണ് ചാടുന്നത്? കോൺഗ്രസ്സിലും ഉള്ളവർക്കേ അവസരമില്ലാത്ത കോൺഗ്രസ്സിലും എന്തവസരം കാത്തിട്ടാണ് ചാടുന്നത്? നടുകടലിൽ ചാടിയാൽ എന്തായിരിക്കും ഫലം എന്ന് അവരവരാലോചിക്കുക. അത് ഈ പറഞ്ഞതൊക്കെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ സ്ഥാനം പോകുമ്പോൾ വിഷമം വരുന്നവർ കാണും. അങ്ങനെയുള്ളവരാണല്ലോ പോകുന്നത്. സ്ഥാനം വന്ന എല്ലാ സ്ഥാനവും CPM പാർട്ടിയും LDFും കൊടുക്കാവുന്ന എല്ലാ MLA സ്ഥാനങ്ങളും മറ്റ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനങ്ങളും ഒക്കെ കിട്ടിയതിന് ശേഷവും പെട്ടെന്നൊരു ദിവസം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് രാജി പോലും വയ്ക്കാതെ മറ്റേ പാളയത്ത് പോയി കയറുന്നത്, അവരുടെ പന്തലിലോട്ട് എന്ന് കയറുന്ന മര്യാദകൾ കാണിക്കുന്നവർ കാണും. ഇത് പൊതുവിൽ ഇടതുപക്ഷത്തുള്ളവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുള്ളവരൊക്കെ ഒരു ആദർശമുള്ളവരാണെന്നാണ് വയ്പ്പ്. എല്ലാവർക്കും ആദർശം ഉണ്ടാവണമെന്നില്ല. അവരങ്ങോട്ടും ചാടി ഇങ്ങോട്ടും ചാടി. അപ്പം ഈ കപ്പലിൽ പോയിക്കൊണ്ടിരിക്കുക, നടുകടല ചാടുന്നത്. കോൺഗ്രസ്സിലുള്ളവർക്ക് ഈ സീറ്റും ഇല്ല, ഒന്നുമില്ല. അതിനെന്താ, ആർക്കും എവിടെയും മത്സരിച്ചുകൂടി? തലയ്ക്ക് വെളിവും 21 വയസ്സും കഴിഞ്ഞാൽ ആർക്കും ഇന്ത്യയിൽ എവിടെയും മത്സരിക്കാം. ആരും തടയാൻ നോക്കൂ? ആർക്ക് നോമിനേഷൻ കൊടുക്കാൻ മത്സരം? ബാലഗോപാൽ 100% വിജയിച്ചിരിക്കുമല്ലോ. കഴിഞ്ഞ വർഷത്തേക്കാളും ഭൂരിപക്ഷത്തിൽ ജയിക്കും. കഴിഞ്ഞ വർഷം അദ്ദേഹം ജയിച്ചതാണ് 12,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. ഇപ്രാവശ്യം അതിൻ്റെ ഡബിൾ ഭൂരിപക്ഷത്തിൽ ബാലഗോപാൽ ജയിക്കും. ബാലഗോപാൽ ഒരുപാട് വികസന പ്രവർത്തനം, ഞാൻ കൊട്ടാരക്കര ജനിച്ച് വളർന്ന ആളാണ്, ഒരുപിടി വികസന പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ മേഖലയിൽ ചെയ്തിട്ടുണ്ട്. ഇൻക്ലൂഡിങ് പത്തനാപുരത്തും അദ്ദേഹം ഒരുപാട് വികസനത്തിന് സഹായിച്ചിട്ടുണ്ട്. നല്ലൊരു ധനകാര്യമന്ത്രിയാണ്. അദ്ദേഹം അവതരിപ്പിച്ച ബഡ്ജറ്റ് കേരള ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ബഡ്ജറ്റാണ്. ഇത്തവണ അദ്ദേഹം അവതരിച്ച ബഡ്ജറ്റ് എല്ലാം നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ അറിയാലോ, അതിന് കുറ്റം പറയാനൊന്നുമില്ല. നല്ല ബഡ്ജറ്റാണ്, വളരെ നല്ല ബഡ്ജറ്റാണ്. ശരി, താങ്ക് യു.